ഹായ് ഗായ്സ്, അങ്ങനെ ചിത്തിരനാളിലെ നമ്മുടെ അത്തപ്പൂക്കളം റെഡി ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പക്ഷേ എനിക്ക് അത്ര തൃപ്തി പോരാ. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഡിസൈൻ ഇല്ലാതെ കിടന്ന പുഴുക്കാണ് ഗെയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല നല്ല ഡിസൈൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നയിച്ചിടണം കേട്ടോ. അപ്പോൾ ഞാൻ ഡിസൈൻ ഇങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ക്ലബ്ബുകാർ അത്തപ്പൂക്കളം 10 ദിവസവും ഇടാറുണ്ട്. അത്തം തൊട്ട് തിരുവോണം വരെ ക്ലബ്ബുകാരെല്ലാം ഇടാറുണ്ട്. അപ്പം നമുക്ക് നേരെ കുറച്ച് അത്തപ്പൂക്കളമൊക്കെ ഇടുന്ന ക്ലബിൻ്റെ സ്ഥലത്തും അതേപോലെ വീടുകളിലുമൊക്കെ ജസ്റ്റ് ഒന്ന് തപ്പിയിട്ട് കുറച്ച് ഡിസൈൻസ് അടിച്ച് മരിക്കൊണ്ട് പോരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഡിസൈൻ അന്വേഷിച്ചുള്ള യാത്രയാണ് അത്തപ്പൂക്കളത്തിൻ്റെ. അപ്പോൾ വിവിധങ്ങളായ അത്തപ്പൂക്കളങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. LS ജേണി ബൈ ദീപുവിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഗായ്സ്, പൂക്കളത്തിൻ്റെ ഡിസൈൻ അന്വേഷിച്ചുള്ള ഓട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് കണ്ടിരിക്കുന്ന പൂക്കളമാണ് ഇത്. ഉണ്ട്, അടിപൊളിയായിട്ടില്ലേ? പക്ഷേ ഈ ഡിസൈനൊന്നും നമുക്ക് 10 ദിവസവും വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കിത് ജസ്റ്റ് നോക്കാം. എൻ്റെ അമ്മയെ തകർത്ത് വാരിയിട്ട് ചെയ്തിരിക്കുക. ദൈവമേ, സ്റ്റുഡിയോ റോഡ് സഹോദരങ്ങൾ അവരാണ്. പിള്ളേർ സെറ്റ് വല്ലതും ആയിരിക്കും കേട്ടോ. നല്ല ഉഗ്രം കലാകാരന്മാരാണ്. അടിപൊളിയായിട്ട് മാവേലിയെ വരച്ച് വെച്ചിട്ടുണ്ട്. ഗണപതിക്ക് പടുക്കയൊക്കെ ഇട്ട് ഗണപതി ഒരുക്കുമൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നതാണ്. പൂഴിക്കുന്ന് പൗരസമിതിയുടെ വകയായിട്ട്. കിടിലൻ, അടിപൊളി. എൻ്റെ അമ്മയെ ഡിസൈൻ തപ്പി വന്നപ്പോൾ ഇവിടുത്തെ അത്തപ്പൂക്കളൊക്കെ കണ്ടില്ലേ? ഈശ്വര, ഇതൊക്കെ എങ്ങനെ ഇടുവെന്തു. എന്തായാലും ഇത്രയും വലിയ ഡിസൈനൊന്നും നമ്മൾ നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളെന്തോ വിചാരിച്ചെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഇതിനകത്തെ ചെറിയ ചെറിയ ഡിസൈൻസ് നമുക്ക് അടിച്ചു മാറ്റിയിടാം. എന്തോ ഭംഗിയല്ലേ, അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. എന്തായാലും സൂപ്പർ കലാകാരന്മാരാണ്. ഇതിനും കുറച്ച് കലാവാസനയൊക്കെ വേണം കേട്ടോ. നമുക്ക് ഏതാണ്ട് ഇതിനകത്ത്, ഈ വട്ടത്തിനകത്തുള്ള കുറേ ഡിസൈൻസ് നമുക്ക് അടിച്ചു മാറ്റാം. എൻ്റെ പൊന്നോ, ഓടിയോടിയുള്ള ഊപ്പാട് വരും. ഗൈസ്, ഇത് വേറൊരു ഡിസൈനാണ്. ഇപ്പം ഈ വന്ന് നോക്കുന്ന ഡിസൈനുകളൊന്നും നമുക്ക് പറ്റുന്നതല്ല. കാരണം ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് പിള്ളേർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവർ നല്ല കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇട്ടെടുക്കണമെന്നുണ്ടെങ്കിലേ ഒരു 3-4 ദിവസം എടുക്കും. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ തിരുവല്ല എത്തിയപ്പം വേറൊരു ഡിസൈനൂടെ കണ്ടു. പക്ഷെ അത് ഇത്തിരി ചെറുതാണ്, എങ്കിലും കൊള്ളാം. അതാണ് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല സിമ്പിൾ ഡിസൈനാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. കൊള്ളാം അല്ലേ? നോക്കട്ടെ, നാളത്തേക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് നോക്കാം.
ഇതിവിടെ ചൂഴാറ്റുകോട്ട ഭാഗത്ത് കണ്ട ഒരു ഡിസൈനാണ്. ദൈവമേ, നോക്കട്ടെ, അതിനകത്തേത് വേണമെങ്കിൽ നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റിയ ഡിസൈനാണെന്ന് തോന്നുന്നു. എന്നാലും ഇത്തിരി അന്യായ ഇടിയില്ല. അയ്യോ, കിടിലിനായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഗെയ്സ് ഡിസൈൻ അന്വേഷിച്ച് ഓടി അവസാനം ഞാൻ മലയൻകീഴ് അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇത് മലയൻകീഴ് ക്ഷേത്രമാണ്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വളരെ പ്രശസ്തവും നല്ല അടിപൊളി വൈബും ഭക്തിസാന്ദ്രവും ഒക്കെ നിറഞ്ഞ ഒരു സൂപ്പർ സ്ഥലമാണ്. ഇവിടെ നല്ല മനോഹരമായൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ക്ഷേത്രക്കുളം. അതുകൊണ്ട് അവിടെ ഒരു ആൾ നിൽക്കുന്നത് കണ്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ വക ആനയാണ്. കണ്ടില്ലേ, അടിപൊളി ഒരു കുളമാകണ്ട. ഇവൻ സത്യത്തിൽ ഇത്തിരി പ്രശ്നക്കാരനാണ് കേട്ടോ. പരിചയമില്ലാത്തതൊക്കെ ആയിക്കഴിഞ്ഞാൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കൂടുതൽ അടുത്തോട്ടൊന്നും പോകണ്ട, വല്ലതും വെച്ച് എറിഞ്ഞു തന്നാൽ നമുക്ക് പണിയാവും. അയ്യോ, ഇവിടെ യക്ഷിയമ്മയുടെ സ്ഥലമാണ്. യക്ഷിയമ്മയാണ് ഇവിടെ. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, കണ്ടില്ലേ. കയറി വരുന്ന ഗോപുരത്തിൻ്റെ ഭിത്തികളിലൊക്കെ കണ്ടില്ലേ, ചുവർ ചിത്രങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. യോ, ഇതെന്തോ അവിടെ ഒരു സൗണ്ട്, എന്തോ അങ്ങോട്ട് ചാടി, വല്ല പട്ടി വല്ലതുമാണോ? ദൈവമേ, ഇതാ കടയിലെ ചേട്ടനാ. ഈശ്വരാധീനം, പുള്ളി കേട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഇപ്പോൾ അമ്പലം അടച്ചിരിക്കുക. നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാനൊന്നും പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ നടയിൽ ചിലപ്പോൾ അത്തപ്പൂക്കളം കാണുമെന്നുള്ള പ്രതീക്ഷയില്ല ഇങ്ങോട്ട് വന്നത്. ഇവിടെയും രക്ഷയൊന്നുമില്ല. കണ്ടത് അയ്യോ, ഞാൻ ഓട്ടം നിർത്തുകയാണ് ഗെയ്സ്. കാര്യമായ പ്രയോജനമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇനി പോയി കുറേ ഡിസൈനൊക്കെ കണ്ടു, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒന്നും എനിക്കങ്ങോട്ട് ഒരു തൃപ്തി വന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഡിസൈനുകളല്ല ഒന്നും. കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, ഇനിയിപ്പോൾ ചെന്നിട്ടേ അതിലെ എല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ളത് കുറേയൊക്കെ നമുക്ക് എടുത്ത് നമ്മുടെ ഡിസൈനിലൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ സ്ഥിതിയാണ് ഇതേപ്പറ്റി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.